മുൻപേ ഞാൻ പൊയ്ക്കൊള്ളാം. കുറച്ചു മുൻപ് ഈ ദൂതന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായി സംസാരിച്ച ശബ്ദമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുമ്പേ ഞാൻ പൊയ്ക്കൊള്ളാം. ഇന്നത്തെ ദിവസം എന്താണ് കർത്താവെ അങ്ങ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് എൻ്റെ യജമാനൻ നൽകിയ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മുൻപേ പൊയ്ക്കൊള്ളാമെന്നൊരു മറുപടി. അതെവിടെയൊക്കെയോ പതറി നിൽക്കുന്ന കുറെ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ്, ഉറപ്പിൻ്റെ വാക്കാണ്. ഒരു ചുവട് നിൽക്കുന്നിടത്ത് നിന്നെടുത്ത് മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോകുന്നവനോടുള്ള ദൈവത്തിൻ്റെ നിലപാടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഞാൻ മുമ്പേ പൊക്കോളാം. ഇന്ന് നമുക്ക് പ്രതീക്ഷയ്ക്കേറെ വകയുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ നിഴല് പറ്റിയാണോ സഞ്ചരിക്കുന്നത്? കാരണം മുൻപേ അവനുണ്ട്. ലോകമെങ്ങും ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വളരെ ശക്തമായി പ്രവചിച്ചു തുടങ്ങുകയാണ്. ഇന്നത്തെ ദൈവിക ശബ്ദം നിനക്ക് വേണ്ടി മാത്രമായി കർത്താവ് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ പരിശുദ്ധാത്മാവ് നിന്നെ തൊടാനും നിന്നോട് സംസാരിക്കാനും നിന്നെ ശുശ്രൂഷിക്കാനും പോകുകയാണ്. പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. സ്നേഹത്തോടെ, ദൈവത്തിൻ്റെ നിറഞ്ഞ അഭിഷേകത്തോടെ ഇന്നത്തെ ദൂത് കേൾക്കാനും ദൈവകൃപ അനുഭവിപ്പാനും ഞാൻ നിങ്ങളെ വിളിക്കുന്നു. എല്ലാവർക്കും അരുമനാഥനും പൊന്ന രക്ഷകനുമാം യേശുവിൻ്റെ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഇന്നത്തെ ദൈവാലോചനയ്ക്ക് നിതാന്തമായിരിക്കുന്ന വേദഭാഗം കിടക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലാണ്. വിശുദ്ധ ബൈബിളിൽ കുഞ്ഞുങ്ങൾ മുഠായി ഇങ്ങനെ രുചിച്ച് സന്തോഷിക്കുന്നത് പോലെ സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നുണഞ്ഞാസ്വദിക്കുന്ന വേദഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ഊർജ്ജസ്വലമായ അധ്യായങ്ങളിലൊന്ന്. അതിൻ്റെ അർത്ഥം ബൈബിളിലെ മറ്റു താളുകളിൽ വിരസമായ വാക്കുകൾ ഉണ്ടെന്നുള്ളതല്ല. സകല തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. പക്ഷേ മനോഹരമാവണ്ണം നമ്മുടെ ജീവിതത്തെ ആകർഷിച്ച ചില വചനത്തിൻ്റെ ഏടുകൾ, ദൈവം നമ്മളെ നേരിട്ട് തൊട്ട ചില അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും എടുത്തു പറയാൻ വേദഭാഗത്തിൻ്റെ വഴികളിൽ ഉണ്ടാകുമല്ലോ. അത്തരത്തിലൊരു വചനക്കൂട്ടാണ് ആവർത്തനം 33-ാം അധ്യായം. 80-ാമത്തെ വയസ്സിൽ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ ശബ്ദം കണ്ട് കേട്ട് ഇറങ്ങിയ മോശ പിന്നീട് 40 നാൾ ദൈവത്തിൻ്റെ പർവ്വത മുകളിൽ ഇരുന്ന് കർത്താവിൻ്റെ തേജസ് പ്രാപിച്ചൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ തൻ്റെ നിയോഗത്തിൻ്റെ തിരശീല വീഴാൻ തുടങ്ങുന്ന വേളയിൽ താൻ അടിമനാട്ടിൽ നിന്നും വിമോചനത്തിൻ്റെ യാത്ര നടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രയേൽ ജനതയെ ഹൃദയം തുറന്ന ആത്മനിറവിൽ അനുഗ്രഹിക്കുന്ന വചനങ്ങളാണ് ആവർത്തനം 33-ലുള്ളത്. ആ തിരുവഴുത്തിൽ ഒരു ദൈവ മനുഷ്യൻ്റെ നിശ്വാസങ്ങൾ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന തൻ്റെ തലമുറയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ ഹൃദയം ഇതിൻ്റെ ഓരോ വരി വായിക്കുമ്പോഴും എനിക്ക് എന്നെയും വന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിശുദ്ധ വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. ആവർത്തനം 33-ാം അധ്യായം. ഈ ആവർത്തനം 33-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനമാണ് നിങ്ങളോട് ഇന്ന് പറയുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കാലുകുത്തി നിൽക്കുന്ന മണ്ണ് ഒഴുകിപ്പോകുന്നു എന്നൊരു പേടിയുണ്ടെങ്കിലും വിഷമിക്കേണ്ട. നിന്റെ പാദം ഉറച്ചിരിക്കുന്നത് ഒരു പിടി മണ്ണിലല്ല, പുരാതനായ ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങളിലാണ്. മാറാത്തൊരു ദൈവത്തെ ബൈബിൾ ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ആകാശത്തിന് മാറ്റം വരുമെന്ന് മാനത്തേക്ക് നോക്കി വചനം പറയുന്നു. കാലുകുത്തി നിൽക്കുന്ന ഭൂമിക്ക് മാറ്റം വരുമെന്നും വേദപുസ്തകം പറയുന്നു. അപ്പോഴും നീങ്ങാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ശാശ്വത ഭുജമാണ്, അവൻ്റെ വിശ്വസ്തതയാണ്, അവൻ്റെ ദയയാണ്.
നിന്നോടുള്ള അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ വചനത്തിൻ്റെ ആധികാരികതയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, നിന്റെ പാദത്തെ തമ്പുരാൻ ഉറപ്പിക്കുന്നത് തൻ്റെ ശാശ്വത ഭുജങ്ങളിലാണ്. ശാശ്വതം, അതിൻ്റെ അർത്ഥം അതിന് മാത്രം മാറ്റമില്ല. എൻ്റെ കാലുകൾ ദൈവത്തിൻ്റെ കൈകളിലാണെങ്കിൽ, ഓ ഹല്ലേലൂയ, എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണെങ്കിൽ, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണെങ്കിൽ, എൻ്റെ ശുശ്രൂഷ എൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ, ഞാൻ വളരെ പ്രതീക്ഷയോടെ ചെയ്തു വരുന്ന പല കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനം എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണെങ്കിൽ, അട്ടിമറിക്കപ്പെടുമോ, തകിടം മറിഞ്ഞു പോകുമോ, ഉടഞ്ഞു വീണു പോകുമോ എന്നുള്ള പേടിയുടെ ആവശ്യമില്ല. ആ ഉള്ളം കൈകളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ പിന്നെ നിന്നെ താഴെ വെക്കാതെ കൊണ്ടു നടന്നോളും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് ആയിരിക്കുന്നു. ഓ, താങ്ക് യു ജീസസ്. എല്ലാം അവസാനിച്ചുവെന്ന് പറഞ്ഞ് എല്ലാവരും ആക്രോശിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നൊരു വേള യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ സമയം ലോകത്തിലെ ഏറ്റവും നിസ്സഹായനായ ഒരു മനുഷ്യനെ പോലെയാണ് യേശുവിനെ എല്ലാവരും കണ്ടത്. തൻ്റെ 2 കൈകളിലും ആണിയുണ്ടായിരുന്നു, തൻ്റെ 2 കാലുകളിലും ആണിയുണ്ടായിരുന്നു, തൻ്റെ തലയിൽ മുൾക്കിരീടം ഉണ്ടായിരുന്നു, തൻ്റെ ദേഹത്തെ മുറിവുകളിലൂടെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. തന്നെ സ്നേഹിച്ച പ്രിയ ശിഷ്യന്മാരാരും ആ സമയം തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വേദനാ നിർഭരമായിരിക്കുന്ന, അപമാനമേറ്റുള്ള തൻ്റെ മരണത്തിന് മൂകസാക്ഷിയായി തൻ്റെ പ്രിയപ്പെട്ട അമ്മയും പ്രിയ ശിഷ്യന്മാരിലൊരുവനായ യോഹന്നാനും കുറേ സ്ത്രീകളും മാത്രമേ ആ സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദാഹാർത്ഥനായി, വേദനയോടുകൂടെ, അപമാനിതനായി, എൻ്റെ പാപഭാരം വഹിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ നൽകുന്ന ആ വേളയിൽ അവസാനമായി എൻ്റെ പിതാവിൻ്റെയോട് യേശു പറയുന്നൊരു വാക്കുണ്ട്. ക്രൂശിലെ സപ്തമൊഴികളിൽ അവസാനത്തെ വാക്ക്. ആ വാക്കിങ്ങനെയാണ്: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ തിരുക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതാണ്. പൊലിഞ്ഞുപോയി, അവസാനിച്ചു, ഞങ്ങൾ തീർത്തു കളഞ്ഞു, ഞങ്ങൾ നശിപ്പിച്ചു, ഞങ്ങൾ ജയിച്ചു, ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിരുന്ന സകലരുടെയും പൊട്ടിച്ചിരികൾ 3-ാം ദിവസം നിശബ്ദമായി തൻ്റെ കരങ്ങളിലെത്തിയ തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ പിതാവ് അങ്ങ് ഉയർത്തി. ഇതാണ് ദൂത്. ജീവിതത്തിൻ്റെ അവസാന സമയത്തിലെന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു. ചില മനുഷ്യരുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെ അവസാന നിമിഷത്തിലാണ് അവർ ഈ ദൂത് കേൾക്കുന്നത്. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയത്തക്ക വിധം ജീവിതത്തിൽ പലതും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കുഞ്ഞെ, വളരെ ആർദ്രതയോടുകൂടെ യേശു ക്രിസ്തുവിന് പകരമായി ഞാൻ നിന്നോട് ഇന്ന് രാവിലെ പറയുന്നു, നിന്റെ അവശേഷിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ അവശേഷിപ്പുകളെ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ, ആ ശാശ്വത ഭുജങ്ങളിൽ നീ ഒന്ന് കൈമാറിക്കേ. അവിടുന്ന് നിന്നെ ഉയർത്തുന്ന കാഴ്ച നിനക്ക് കാണാം. നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിധവയായൊരു സ്ത്രീയോട് പ്രവാചക താപസ്സനായ ഏലിയാവ് ചോദിച്ചൊരു ചോദ്യമാണത്. അതിന് മറുപടിയായി ആ അമ്മ ഒരു വാക്ക് പ്രവാചകനോട് പറഞ്ഞു: ജീവിതത്തിലെല്ലാം തീർന്നിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഒരു കലമുണ്ട്. ആ കലത്തിൽ അല്പം മാവുണ്ട്, അല്പം എണ്ണയുണ്ട്. ആ മാവ് കൊണ്ട് ഞാനൊരു അപ്പം ഉണ്ടാക്കും. ആ അപ്പത്തിൽ പാതി ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കും, പാതി ഞാനും കഴിക്കും. പൊട്ടിയ ഉടലോടുകൂടെ, പശിയേറുന്ന വയറോടുകൂടെ ഞങ്ങൾ മരിക്കില്ല. അവസാനമായി ജീവിതത്തിൻ്റെ വിശപ്പിലേക്ക് ഇട്ടുകൊടുക്കുവാൻ ഒരു പാതി അടക്കഷ്ണം തയ്യാറാക്കാനുള്ള മാവ് മാത്രം ഞങ്ങളുടെ വീട്ടിലുണ്ട്.
സമയം പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട്. നീ അത് കൊണ്ടുപോയി പാകം ചെയ്തൊരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുതരിക. ആ സ്ത്രീ പിന്നെയും അയ്യോ പത്തോ എന്നുള്ള നിലയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നു. പക്ഷെ അവൾ പോയി അത് കൊണ്ടുവന്ന് കൊടുത്തു. ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകന്റെ കയ്യിലേക്ക് അവശേഷിക്കുന്ന തൻ്റെ വീടിൻ്റെ ക്ഷാമകാലത്തെ അവസാനത്തെ മാവിൻ്റെ കൂട്ടിനാൽ അവൾ തയ്യാറാക്കിയ അപ്പം കൊണ്ടുവന്ന് കൊടുക്കുന്ന മാത്രയിൽ പ്രവാചകൻ ഒരു വാക്ക് അവളോട് പറയുന്നുണ്ട്. ക്ഷാമം തീരുവോളം നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, നിന്റെ തുരുത്തിയിലെ എണ്ണ തീരുകയുമില്ല. കാൽവറിയിൽ അവശേഷിക്കുന്ന പ്രാണനെയാണ് ഇനി കൊടുക്കുന്നത് യേശു. എവിടേക്ക് കൊടുക്കുന്നു? സ്നേഹനിധിയായ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക്. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഈ വാക്ക് പറഞ്ഞിട്ട് പുത്രൻ സ്വന്തം തോളിൽ തല ചായ്ക്കുകയാണ്, മിഴിപൂട്ടുകയാണ്. പക്ഷെ 3-ാം നാൾ തൻ്റെ കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങിയ തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ പിതാവ് പിന്നെയും ഉണർത്തുകയാണ്. തൻ്റെ പുത്രനെ പിതാവ് പിന്നെയും ഉണർത്തുകയാണ്. നേരം പുലരുമ്പോൾ കുഞ്ഞിനെ വിളിച്ചുണർത്തുന്ന ഒരു പിതാവിനെ പോലെ അരിമത്ഥയിലെ ജോസഫിൻ്റെ കല്ലറയിൽ നിന്ന് 3-ാം നാൾ യേശുവിനെ പിതാവ് വിളിച്ചുണർത്തുന്നു. ആ ഉണർത്തൽ യേശു മിഴി തുറക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ലോകത്തിലെ സകല നാമത്തിന് മേലായ നാമമായി അവൻ്റെ പേര് മാറിയിരിക്കുന്നു. അവൻ മരണത്തെ ജയിച്ചവനെന്നുള്ള ജയം അവൻ നേടിയിരിക്കുന്നു. പിശാചിൻ്റെ തല തകർത്ത ദൈവത്തിൻ്റെ പുത്രനായി അവൻ വാണുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും സകല ദുഷ്ട പിശാചിൻ്റെ ദൂതന്മാരും ഒരുപോലെ നമസ്കരിക്കത്തക്ക നിലയിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങത്തക്ക വിധം യേശു സകലത്തിനു മീതെ തലയും രാജാവുമായി മാറിയിരിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? സകലതും തകിടം മറിയുമ്പോൾ, എല്ലാം തീരുന്നു എന്ന് തോന്നുമ്പോൾ, സ്നേഹനദിയായ പിതാവിൻ്റെ ശാശ്വത ഭുജങ്ങളിലേക്ക് നീ കൈമാറുന്നത് എന്തായാലും അതിൻ്റെ ഭാവി ശോഭനമായിരിക്കും. അതിൻ്റെ ഭാവി നശിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. യാക്കോബിൻ്റെ ഭാര്യ താൻ പ്രിയപ്പെട്ടവൾ മരിക്കുന്ന വേളയിൽ തനിക്കൊരു മകനെ പ്രസവിച്ചു നൽകി. അവൻ്റെ പേര് ബെനോനി എന്നായിരുന്നു, ബെന്യാമീൻ. അമ്മിഞ്ഞപ്പാല് കുടിക്കുവാൻ കഴിയാതെ അമ്മയുടെ മരണം തൻ്റെ ജനനത്തോടുകൂടെ നടന്നതിനാൽ പാലൂട്ടുവാൻ അമ്മയില്ലാതെ പോയ വേദനയിൽ ബെനോനി വളരുകയാണ്. മിഴിപൂട്ടാൻ നേരം തൻ്റെ പൈതൽ എന്തായി തീരുമെന്നുള്ളതായൊരു അങ്കലാപ്പ അമ്മയുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ആ വേദനകളൊക്കെയും ദൈവം ഏറ്റെടുത്തു എന്നാണ് പിന്നീടുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ബെനോനി എന്ന ബെന്യാമീൻ പിന്നെ എന്തായി തീർന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രാജസിംഹാസനം അലങ്കരിക്കുന്ന ദൈവത്തിൻ്റെ രാജകീയത വിളംബരം ചെയ്യപ്പെടുന്ന സമയമെത്തുകയാണ്. ഇസ്രായേലിലെ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കണം. ആരെയാണ് ആദ്യം രാജാവാക്കേണ്ടത്? സത്യത്തിൽ ആ പദവി ഡിസേർവ് ചെയ്തിട്ടിരിക്കുന്നത് യഹൂദ എന്ന ഗോത്രത്തിനാണ്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അവകാശം യഹൂദയ്ക്കായിരിക്കും. പക്ഷേ യഹൂദ രാജസിംഹാസനത്തിൽ ചെങ്കോല് പിടിച്ച് ഇരിക്കുന്നതിന് മുന്നവേ ഞാൻ മറ്റൊരുത്തിനെ ഇരുത്തും. എന്താ കർത്താവേ ഇങ്ങനൊരു തീരുമാനത്തിൻ്റെ കാരണം? അങ്ങ് ആരെയാണ് ഇരുത്താൻ പോകുന്നത്? ആ ഉത്തരമാണ് ദൈവം സാമുവേൽ പ്രവാചകനിലൂടെ കീശിൻ്റെ മകനായ ശൗൽ എന്ന ബെന്യാമിൻ ഗോത്രക്കാരനോട് ചെന്ന് പറഞ്ഞത്. ദൈവം തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇസ്രായേലിന് രാജാവാകാൻ പോവുകയാണ്. ആ സമയം ശൗലിന് വല്ലാത്തൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതെങ്ങനെ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവമാണ് നൽകുന്നത്. ബെന്യാമീൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പിറവിയുടെ സമയത്ത് ആ അമ്മ മിഴി പൂട്ടുമ്പോൾ ആ കുഞ്ഞിനെ അമ്മ ദൈവകരങ്ങളിലേക്ക് കൈമാറിയിരുന്നു. അമ്മ മരണം വഴിയായി കടന്നു പോകുന്നു. തൻ്റെ പൈതലിന് ഇനി ആരുമില്ല എന്നുള്ളതായ ഒരു സങ്കടം അമ്മയ്ക്കുണ്ട്. പക്ഷേ അമ്മയുടെ ആ വേദന ദൈവം അങ്ങ് ഏറ്റെടുത്തു. തൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ തൻ്റെ പൈതലിനെ നൽകിയിട്ട് അമ്മ മിഴി പൂട്ടുമ്പോൾ
തൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിയ തലമുറയെ ഞാൻ എന്താക്കും എന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ്. ഞാൻ അവനെ രാജാവാക്കും. സത്യത്തിൽ യോഗ്യതയുള്ള രാജകീയ പദവി അലങ്കരിക്കുവാൻ അർഹതയുള്ള യഹൂദ ഗോത്രം അവിടെ നിൽക്കുമ്പോൾ തലസ്ഥാനത്ത് പകരം ഒരു ബെന്യാമീൻ ഗോത്രക്കാരനെ ഇരുത്തിയിട്ട് ഇവനാകട്ടെ രാജാവെന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ തൻ്റെ കരങ്ങളിലെത്തിയൊരു തലമുറയുടെ ഭാവിയാണ് ദൈവം അവിടെ വാഴ്ത്തുന്നത്. ബെന്യാമിൻ ഗോത്രത്തിലെ ഒരു പിന്മുറക്കാരൻ ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ രാജാവായി ഇരിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാകുന്നു. ശാശ്വത ഭുജങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നതെന്തും നശിച്ചു പോകുകയില്ല. ക്രൂശ് അതിനെ തെളിയിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതാണോ? നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ വീട് നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതാണോ? നീ പേടിക്കണ്ട. നിന്റെ ശുശ്രൂഷ നീ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതാണോ? നീ തെല്ലും ഭയപ്പെടണ്ട. നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ 100 പ്രശ്നങ്ങളിൽ മുന്നോട്ടുള്ള ജീവിതം നീ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണോ? നീ തെല്ലും പേടിക്കണ്ട. നിന്നെ ഏറ്റെടുത്തിരിക്കുന്നത് താൽക്കാലിക ഭുജമല്ല, ശാശ്വത ഭുജമാണ്. വീട്ടിലെത്തുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവൻ, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവൻ, അവൻ തന്നെ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഭാരം വേണ്ട, അന്ത്യത്തോളം കർത്താവ് നമ്മളെ ചുമക്കും. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ദൈവാലോചനയുടെ ഏറ്റവും പ്രഥമമായ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്നു. ദൈവം നിന്റെ മുൻപേ സഞ്ചരിക്കുകയാണ്. എന്തിനാണ് കർത്താവ് സഞ്ചരിക്കുന്നത്? നിന്റെ ശത്രുവിനെ നീക്കിക്കളയാനാണ്. നീ ഭയപ്പെടുന്നത് നിന്റെ കൺമുമ്പിൽ നിന്ന് ഇന്നു പകൽ മാറിപ്പോകും. നീ മടി പിടിച്ചിരിക്കുന്ന ചില കാരണങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. നീ മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ചില സാഹചര്യങ്ങൾക്കും മാറ്റം വരും. നിന്റെ യാത്രയ്ക്കെതിരെ നിൽക്കുന്ന ചില വലിയ പ്രപഞ്ച ശക്തികൾ തന്നെ വഴിമാറിത്തരും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുൻപാകെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ വഴിയെ ഇന്ന് രാവിലെ തുറക്കുകയാണ്. ഒരു ദൈവത്തിന്റെ കൃപ നിന്റെ മുൻപാകെ യാത്ര പുറപ്പെടുകയാണ്. ഒരു രഥം നിനക്കകമ്പടി സേവിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ ജീവിതയാത്രയുടെ മുൻപിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. വഴികളെ ക്രമപ്പെടുത്തുകയാണ്, പാതകളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്, തടസ്സങ്ങളെ നീക്കുകയാണ്, ശത്രുവിനെ നീക്കിക്കളയുകയാണ്. ഒരു ദൈവിക വിടുതൽ ഇതേ സംഭവിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഈ കഴിഞ്ഞ മണിക്കൂർ വരെ ബന്ധിച്ചു വെച്ചിരുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും അതിനെ നോക്കി ധൈര്യത്തോടുകൂടെ പറ, ഞാൻ അരമുറുക്കി എഴുന്നേൽക്കുകയാണ്. എന്റെ കാരാഗ്രഹവാസം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ പുറത്തേക്ക് പോകുകയാണ്. കഴുത്തു പോകുമെന്ന് ചിന്തിച്ച് തലേ രാത്രിയിൽ കാരാഗ്രഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിന്റെ അരികിൽ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുക, അരമുറുക്കുക, നിന്റെ ചെരുപ്പിടുക, നിന്റെ പുതപ്പ് പുതച്ചുകൊണ്ട് നീ എന്റെ പിന്നാലെ വരിക. താനൊരു സ്വപ്നം കാണുന്നുവെന്ന് താൻ വിചാരിച്ചു. ഒരു സ്വപ്നം കാണുന്നവനെ പോലെ ദൂതന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി. ഈ വിധത്തിൽ നിന്റെ തലയെടുക്കാൻ വാളിലാകിയവർ പോലും നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങിയ കാഴ്ച കണ്ട് നിരാശിതരും അതിലേറെ ഭയചകിതരുമായി മാറും വിധം കർത്താവ് നിന്റെ മുൻപാകെ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസമാണിത്. ഈ ദിനത്ത് നിനക്ക് തണല് തരുന്നത് ഏതോ മരമല്ല, ഏതോ കുടയല്ല. ദൈവം നിനക്ക് തണലായി വെളിപ്പെടുവാൻ തക്കവിധം അവൻ നിന്റെ മുൻപാകെ നിൽക്കുകയാണ്, നിന്റെ മുമ്പാകെ നിൽക്കുകയാണ്. കർത്താവിൻ്റെ നിഴല് പറ്റിയാണ് ഇന്നത്തെ യാത്ര. എൻ്റെ മുമ്പിൽ യേശു സഞ്ചരിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പലരോടും പറഞ്ഞ വാക്കാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ നിന്റെ മുൻപാകെ പോയിക്കൊള്ളാം. ശാശ്വത ഭുജങ്ങളിലേക്ക് നാം ചേക്കേറുകയാണ്. തമ്പുരാന്റെ നിഴല് പറ്റി നമ്മളിന്ന് യാത്ര ചെയ്യുകയാണ്. ഈ ദിവസം നമുക്ക് ദൈവമാണ് കാര്യങ്ങളെ ചെയ്തു തരുന്നത്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആത്മാവിനോട് അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വിശിഷ്ട ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ധ്വനിപ്പിക്കുന്ന ആത്മാവിൻ്റെ ദൂതിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ മുൻപാകെ സഞ്ചരിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ രാജാവ് എൻ്റെ മുൻപാകെ നടക്കുന്നതിനായി സ്തോത്രം. ഈ വിടുതലിൻ്റെ ദൂതിൻ്റെ മുൻപിൽ തടസ്സങ്ങൾ ആയിരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു.
വൻമതിലുകൾ, പ്രതിബന്ധത്തിൻ്റെ കോട്ടകൾ ഉടഞ്ഞു പോകുന്നു. അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ഒരു പുതിയ ജയത്തിലേക്ക് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കയറുകയാണല്ലോ. പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിത യാത്രയ്ക്കകത്ത് ദൈവമൊരുക്കുന്ന വിശാലതയുടെ അനുഗ്രഹം ഇന്ന് രാവിലെ വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനാം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ ഐശ്വര്യങ്ങളാലും ജയങ്ങളാലും ഇന്നിവരെ നിറയ്ക്കും. ഇന്നിവർക്ക് വേണ്ട ഫിനാൻസ് ഒരുങ്ങി വരും, ഇവർക്ക് വേണ്ട ജയം വെളിപ്പെടും, ഇവർക്ക് വേണ്ട ഐശ്വര്യങ്ങൾ, മുഖാന്തരങ്ങൾ ഓപ്പൺ ആയിരിക്കും. ദൈവം എന്നിവരെ ശക്തിയോടെ ഉപയോഗിക്കും. വലിയ സന്തോഷം പ്രദാനം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. സ്ഥലം പറഞ്ഞു തരാം. കോട്ടയം നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ്. ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ ഈ ഞായറാഴ്ച രാവിലെ കൃത്യം 9:30 മുതൽ 11:30 വരെയാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. 11:30 മുതൽ ഡെലിവറൻസ് ശുശ്രൂഷകളാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.